ഒന്ന് ആ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ പോരെ. അതിനൊക്കെ പരിപാടി. ഇങ്ങനൊരു ക്ലൈമറ്റ് വിട്ട് പോകാനൊന്നും മനുഷ്യരില്ല. ഇത് ഞങ്ങൾക്കിത് ഇങ്ങനത്തെ കാഴ്ചകൾ തന്നെ നമ്മളങ്ങോട്ട് നശിപ്പിക്കണം കേട്ടോ. വണക്കം മക്കളെ, വണക്കം. ഞങ്ങളങ്ങനെ അസീസ് ഖാൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് പോകണേ. സ്വർഗത്തിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ആനക്കമ്പൂരിൽ ഒരാൾ വെള്ളത്തിൽ പോയതും പ്രശ്നങ്ങളും. അവിടെ ഭയങ്കരമായിട്ട് കുത്തി ഒലിച്ച് വെള്ളം വരുന്ന സ്ഥലമാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഞങ്ങൾക്ക് തള്ളായിട്ടൊക്കെ തോന്നും, പക്ഷേ സീരിയസ് ആയിട്ടുള്ള വിഷയം അതാണ്. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. എപ്പോഴും മണ്ണിടിച്ചിലുണ്ടാവും, ഉരുൾപൊട്ടലുണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെവിടെയും മഴ പെയ്തില്ലെങ്കിൽ അവിടെ മഴ ഉണ്ടാവും, മലവെള്ളം ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സ്ഥലമാണ് ആ വെള്ളരിമല എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് ചവിട്ടി. കാരണം എൻ്റെ കാലിന് നല്ല ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. കാരണം അന്ന് ആ കെട്ടിയില്ലേ, ആ കെട്ടിയതിൻ്റെ പേരിൽ എനിക്കൊരു ഇൻഫെക്ഷൻ ആയി കാലൊക്കെ. അപ്പോൾ നല്ല പഴുപ്പുണ്ട്, നല്ല മുറികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെരുപ്പ് വരെ മര്യാദയ്ക്ക് ഇടാൻ വയ്യ. ഇന്ന് വർക്കിനൊന്നല്ല പോകുന്നു കേട്ടോ. നമ്മൾ അസീസ് ഖാൻ്റെ പ്രോപ്പർട്ടിയിൽ വർക്കിനായിട്ടൊന്നല്ല പോയി. ഇന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അവിടെ ഒന്ന് ഫീലായിട്ട് ഇരിക്കണം, ഫീൽ ഗുഡായിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം. പോരാത്തതിന് നമ്മളെ കുഞ്ഞാപ്പ് വരുന്നുണ്ട്. കുഞ്ഞാപ്പ് ആണെങ്കിൽ എന്നും ഇങ്ങനെ വിളിച്ചിട്ട് അമ്മ എങ്ങോട്ടോ പോവാം, അമ്മ ഒന്നെങ്കിൽ അസീസ് ഖാൻ്റെ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ സ്വർഗ്ഗക്കുന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാലിന് വയ്യാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി ഓനെ ചവിട്ടി നിന്ന് കുറേ ദിവസം. പക്ഷെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഒരു ദിവസം ഇവിടെ കൂടിയിട്ട് വരാം. കുഞ്ഞാപ്പിനെ കൊണ്ട് നമ്മൾ അസീസ് ഖാൻ്റെ പ്രോപ്പർട്ടിയിലൊന്ന് കൂടി ഒരു ദിവസം അവിടെ നിന്ന് അടിച്ചു പൊളിച്ച് രാവിലെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. കാല് മാറിയ ഉടനെ നമ്മൾ സ്വർഗ്ഗക്കുന്നിലേക്കൊരു യാത്ര ഉണ്ട് കേട്ടോ. 100% ഉറപ്പ്. എന്തും തരണം ചെയ്ത് സ്വർഗ്ഗക്കുന്നിൽ എന്ത് നേരിടാന്നുള്ളത് കാണാൻ മതി. എന്തൊക്കെ കാണാൻ കിടക്കണമെന്നില്ല. മഴ അതിശക്തമായിട്ടുള്ള മഴയാണ്. അങ്ങനത്തെ ഒരു മഴ നമ്മളവിടെ ഫേസ് ചെയ്തിട്ടില്ല. അത് കാണാം. നല്ല ക്ലൈമറ്റ്, നല്ല കോടേന്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് ഇൻട്രോ എടുക്കാൻ വിചാരിച്ച്. നമ്മൾ ഇൻട്രോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിന് കോട പോയി. ഇന്നലേക്ക് പോലെ ഇപ്പോൾ NSൻ്റെ വീടാണ്. ഞാനും കുഞ്ഞാപ്പ് എത്തിയിരിക്കുന്നു. കുഞ്ഞാപ്പിന് മുടിയൊക്കെ നല്ലോണം കൂടിയല്ലോ, പെണ്ണുങ്ങളായി കഴിഞ്ഞല്ലോ അല്ലേ? അതെ, കറക്റ്റ് ടൈം അല്ലേ? കുഞ്ഞാപ്പൂന് മാംഗോസി എന്നുള്ള ഭാഗ്യമല്ല, ഒറ്റ മാംഗോസി ഇല്ല, ഒരു പേരിന് പോലും ഇല്ല. അപ്പൊ നോക്കിയേ, നമ്മളങ്ങനെ ഏർമാടത്തിലേക്ക് പോവാണ്. നല്ല കോടായി, കിടിലൻ കോട. ഇതിനൊരു 500 രൂപ അവനോട് വാങ്ങട്ടോ. ഇത് ആസ്വദിക്കാൻ ഇവിടെ വരാം. ഏത് കോട, അതായത് നമ്മളെ ഞങ്ങളങ്ങനെ ഏർമാടം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, കുഞ്ഞാപ്പൂന് ഏർമാടം കാണിച്ചു കൊടുക്കണം. നമ്മളന്ന് കിട്ടിയ പായ് എന്തായിരുന്നു നോക്കണം. ഒരുപാട് പരിപാടികളുണ്ട്, പോയി നോക്കാം. കാടെട്ടിയപ്പോ എന്ത് രസം നോക്കിയാ. ആ പോയി വൃത്തി കിട്ടി. വീണിട്ട് ചളി കഴിക്കുക ഒഴിവാക്കാട്ടോ. രാജാമ്പാലൊന്നും ജാതി സ്ഥലത്തുണ്ടാവലാണ്. ഞാൻ ഇപ്പൊ അതിമേലൊക്കെ കറണ്ട് ഉണ്ട് കേട്ടോ. ഫെൻസിങ്ങിലൊക്കെ കറണ്ട് ഉണ്ട്. അടിയിട്ടവിടെ കിടക്കും. ആ, അത് ചെറിയ അടിയൊന്നല്ല, ബൈക്കുമെന്നാണ് മാറി നോക്കുക അടിയുള്ളാണെങ്കിൽ. നോക്കിയാ മഞ്ഞ ഷീറ്റ് കിടക്കണ നോക്കിയാ, മഞ്ഞ ഷീറ്റ് ഫുൾ വെള്ളാ. അത് പറഞ്ഞാ മഞ്ഞ ഷീറ്റിന്റെ പോലത്തെ ആ ഷീറ്റ് ഉണ്ടാവുമ്പോഴാണ് വെള്ളം നിക്കണത്. ഏ നീല ഉണ്ടോ ജി? നീല ലെവൽ തന്നെ. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നാൽ അതിനും വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കയറി ഒന്ന് റെസ്റ്റ് എടുക്കാൻ. ഞാൻ ഇന്ന് 3-4 ദിവസമായിട്ട് ബെഡിൽ നിന്ന് തന്നെ ഇറങ്ങിയില്ല, കാല് നീരായിട്ട്. അപ്പം ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയ. നീലയിൽ വെള്ളം നിൽക്കുന്നുണ്ടോ? ആ, അവിടെ ഒരു ഓട്ടുണ്ടായിരുന്നില്ലേ ഉള്ളിൽ, കണ്ടോ? അതെന്തിനാ കത്തി കയറി?
അത് ഫുള്ളുണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ല. ഈ അവിടെ വെള്ളത്തിൽ ഇരിക്കേണ്ടി വരും. അത് മുകളിലാ പലകമ്മ ചിലപ്പോ വെള്ളം ഉണ്ടാവും. ഉണ്ടാവും പോര്. കയറി പോവാ, കാലിന് നല്ല വേദന. എന്റെ കാലിന് വേദന ആയിരിക്കും. ഞാൻ വിട്ടുവാ. ഇതിപ്പം കൊണ്ടുപോയാണ്ടൊന്ന് ഒൽപ്പിട്ടാ മതി. വീണു ഗൈസ്. നക്കോണി കെട്ടി. അയ്യോ, അങ്ങനല്ല കേട്ടാ. കെട്ടിട്ട് ഇതൊരു സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങ്. എനിക്ക് കയ്യിൽ അങ്ങനെ വെക്കാൻ. ആ എന്നാല് സാനു അങ്ങനല്ല സാനു ഇജ്ജൊന്ന് കേറണം ഒരു സ്റ്റെപ്പ്. ആ അത് മതി. ചെരുപ്പ് ഇവിടെ നയിച്ചിട്ട് പോവാ. ചെരുപ്പിനും വേണ്ടിട്ടില്ലേ അടിയിൽ വെച്ചാലും മതി. നല്ല സുഖമുണ്ട്. അളവ് പോലെ കറക്റ്റ് ആയിട്ട് ചെരുപ്പ് കേറാൻ പറ്റില്ല, ചളിയാവും. ഫോണൊക്കെ പോയോ നമ്മൾ വീട്ടിനടുത്ത്? സെറ്റാ കേറിക്കഞ്ഞാ പോ. മഴ തരുന്നേ അത് ഒന്നോട്ട് അതിന്റെ മുകളിൽ കലോ ആണ്. വേഗം കേറിക്കോ. എടുക്കാൻ പറ്റിട്ടല്ലോ ഞാൻ ഇരിക്കാറ്റ്. എന്നാ കൊണ്ടിരിക്കുന്നത് അവിടെ ചിന്തി. എന്നാ ഇവിടുത്തെ ആർക്ക് മാർക്കാ ആ സ്റ്റെപ്പ് അങ്ങോട്ട് പോയാ പോലെ. കയറൂരി അത് മതിയാണ്. കയറൂരാതെ ചിന്തിക്കാൻ പരിപാടിയാ. ഇത് നിങ്ങൾ കണ്ടോ? ഇത് സംഭവം. ഇതിപ്പോ നമുക്ക് ധൈര്യം വന്നു കണ്ടോ? ഇതൊക്കെ നോക്കി അന്ന് നമ്മൾ കെട്ടിപ്പോയത് അതിന് മാത്രം മഴ. ഇപ്പൊ 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴ പെയ്തു, പെരും കാറ്റും മഴയും പെയ്തു. ഇതൊക്കെയാണ് ഈ സാധനം ഉണ്ടല്ലോ നല്ല ഉണക്കിലപ്പം നിൽക്കുന്നത്. ഒരു വെള്ളം ഉണ്ടല്ലോ നമുക്ക് വീണിട്ടില്ല, ഇതിമക്ക് വീണിട്ടില്ല. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നുള്ള വെള്ളം ഈ കാറ്റോണ്ട് അവിടെ നിന്ന് ഈ ഭാഗത്തുള്ള കൂടി ഇതേപോലുള്ള ഷീറ്റ് അവിടെ വരെ ഇറക്കി കൊടുത്താൽ അതോടെ സേഫാണ്. ഈ മഞ്ഞപ്പായനുള്ളിൽ നല്ല സാധനം കണ്ട് വരുന്നില്ല. പക്ഷെ സ്വർഗം ക്ലൈമറ്റ് നോക്കി ഇതിന്റെ ഉറപ്പുണ്ടോ? ക്ലൈമറ്റ് മാറി ഫുൾ കോട, നല്ല തണുത്ത കാറ്റു. അതാണല്ലേ ഈ തണുത്ത കാറ്റ്. സ്വർഗത്തിലും പണി വന്നാണല്ലേ ഇത് പറഞ്ഞു. സ്വർഗം വിഷു കൊണ്ട് സ്വർഗം തന്നെ. നമ്മൾ ഉയരന്തോടെ ഭംഗി കൂടാ അവിടെ. എവിടൊക്കെ പോയി വന്നത് വെച്ചാൽ ഞാൻ. പക്ഷെ എന്നാലും സ്വർഗത്തിലെത്തിയില്ലെങ്കിലല്ലോ. അതാണ് ഞാൻ ഇപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് സ്വർഗത്തിന്റെ ഫീല് വേറെ തന്നെയാണ്. ഇപ്പൊ മറ്റേ എവിടെയൊക്കെ പോയി വന്ന അവിടെ ഉത്തരകണ്ഠ ട്രക്കിങ് ഹിമാചലിൽ ട്രക്കിങ് കഴിഞ്ഞാണ്. ഹിമാചൽ ട്രക്കിങ് 10-15 16,000 ഫീറ്റ്. പക്ഷെ എങ്ങനെ കേറിയാലും അത്രയും സേഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് എവിടെയും നമുക്ക് കിട്ടില്ല. അത് സ്വർഗത്തിൽ തന്നെ കിട്ടും. സ്വർഗത്തിൽ തന്നെ അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തള്ളാന്ന് വിചാരിച്ചു. നിങ്ങൾ വന്ന് ആസ്വദിക്കില്ലേ? അത്രയും ടയർഡായിട്ട് നമ്മൾ അവൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ മുകളിൽ കയറുമ്പോഴോ ഒന്നുകൂടി വന്ന് ആസ്വദിക്കണം. അതെ, അത് താഴെ വന്ന് നിന്ന് നോക്കിയിട്ട് ആ ഏർമാനത്തിൽ നിന്ന് എന്താ വൈബാന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇവിടെ വൃത്തിക്കാൻ പറ്റുള്ളൂ ഒരു ഇതില്ലല്ലേ. അതായത് നമ്മൾ റിസോർട്ട് പോയി ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ച് കൂടി ഇങ്ങനെ ആസ്വദിക്കണം. പക്ഷെ അവിടെ ആംബിയൻസ് വേറല്ലേ. അവിടെ കാട്, അവിടെ എല്ലാരും അങ്ങനെ കാണണ്ട വന്യതകളാണ്. വന്യതകൾ ആസ്വദിക്കാൻ അവിടെ വീട്ടിലെന്നെ പറയണത്. സ്വർഗത്തൊന്നും അങ്ങനെ ആരും കാണണ്ട. എല്ലാവരും അത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് എല്ലാവരും കാണണ്ട, ഭംഗി പോകും. നമ്മൾ കുറച്ച് ആൾക്കാർ കണ്ടാൽ മതി. ഇവിടെ ഇവിടെ ഇന്ത്യ അറിയില്ല, കേരളത്തിൽ അങ്ങനെ ഒരു ഇതില്ല. ഇല്ല. ജോസഫില്ലേ, ജോസഫ് നമ്മളെ ബലൂൺ വർത്തലേ സൂര്യൻ അവിടുത്തെ ആ ഒരു ഭംഗി, ആ മഴക്കാലത്തുള്ള പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലായിരിക്കും. അതാ ഞാൻ പറയുന്നത്. നമ്മള് പറയുമ്പോ തള്ളാന്ന് വിചാരിച്ചുള്ളൂ. തള്ളാറ് ഇങ്ങനെ കമന്റ് ഇടും. കാര്യമല്ല. ഇതൊക്കെ വേണമെങ്കിൽ പറ്റും. ഇത് മറ്റേ നമ്മള് 2 സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുപോയി ഓർമ്മണ്ടോ? അതിന് ശേഷം ആൾക്കാർ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതാണല്ലോ പേടി. ഇടയ്ക്ക് അങ്ങനെ വിളിക്കും എന്താ വിശേഷം അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങോട്ട് പോവാൻ പേടിയാണ്. അപ്പൊ പിന്നെ നമ്മളെന്ത് പറയാനാ? ഈ പോന്നവർക്കൊക്കെ പോരാ. നമ്മളിപ്പോ ആര് വേണേലും ഇങ്ങനെ ഏതൊക്കെ സ്ഥലം പോയിന്. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ കാണില്ലല്ലോ.
തീരെ കാണാതായില്ലേ, ഒന്നും കാണില്ല. ഇങ്ങനെ മാറി പറയാ ഓക്കെ, ഒന്നും ഏർമാടൊന്നും കാണാനല്ല. അങ്ങോട്ട് നമുക്കൊരു ഇഷ്യൂ ഇല്ലല്ലോ. ഞാൻ ആ ജാക്കറ്റ് എടുത്തിട്ടാ ഞാൻ ഇപ്പൊ ബ്ലാങ്കറ്റ് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടോ. പ്രശ്നം ഒന്നും താഴത്തേക്ക് കാണില്ല. നോക്കി ഞങ്ങള് ഒരു സാധനം കാണില്ല. ഇതിലൂടെ കുറച്ച് മരങ്ങളെങ്കിലും കാണണ്ട അവിടെയും മതി. ഞങ്ങൾക്ക് തീരെ ഒന്നും കാണില്ല. എന്റെ മോനെ പൊളിച്ച് ഒന്നും കാണില്ല. തൊട്ടടുത്തുള്ള മരങ്ങൾ വരെ ഇല്ല. ഇതാണ് ഇവിടെ, ഇതാണ് ഇവിടുത്തെ മൂട്. ഏതാ മൂട്? ഒന്നും കാണില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കാണില്ല. ഫെൻസിങ്ങൊക്കെ ഓൺലൈൻ കെട്ടാ. ഇതൊക്കെ നമ്മള് ഏർമാടം കെട്ടി. ഈ ഭാഗം മാത്രം മരം നനയാതൊക്കെ, ഈ ഭാഗം മാത്രം മരം തന്നെ. ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതായത് ഇതിനുള്ളിലേക്ക് ചീറ്റടിക്കുന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നല്ല തണുപ്പാട്ടോ, രക്ഷയില്ല. രക്ഷയൊക്കെ കോടല് ഫുൾ തണുത്ത് ഇതിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ടീഷർട്ട് മാത്രം ഇട്ട് ഇങ്ങനെ നടക്കുക. അടിപൊളി വൈകിലേക്ക് പോകണം. കാരണം ചിക്കൻ കുറച്ച് ആസ്വദിക്കാം. അടിയിൽ ആസ്വദിക്കാൻ മാത്രമല്ല, നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഇതൊക്കെയാണ് പരിപാടി. ചമ്മന്തി ഇതാക്കണം, കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഒന്ന് പോയിട്ട് കോട നോക്കുന്ന ചിലപ്പോ രാവിലെ വരെ ഇരിക്കേണ്ടി വരും. ഇത് ഇറക്കല്ലേ, അടിയിലുള്ള രസല്ലേ. അടിയിലേക്കും കാഴ്ചകൾ കൂടുതലല്ലേ. മരം കയറ്റാനും പണിയെടുക്കാൻ നല്ലോണം കയറ്റിട്ടു. ഒന്നും പറയണ്ട, അഞ്ചാതി മരങ്ങളാ. എത്ര ഹൈറ്റ് ഉണ്ട് നോക്കിയാ. അത് ഇറങ്ങുന്നവർക്ക് ഇപ്പത്തെ ഓപ്പോസിറ്റ് സൈഡ് മാത്രമേ ഹൈറ്റ് ഉള്ളൂ. ഈ സൈഡ്, ഇത് എല്ലാ സൈഡും ഹൈറ്റാ. ഇത് ഉണ്ടാക്കുന്ന മൊത്തം ഹൈറ്റിൽ എന്താ, മറ്റേ എത്ര ഹൈറ്റ് ഇല്ലേനി ഒരു സൈഡ്. ഒരു ആനക്ക് പിടിച്ചാൽ കിട്ടാത്തോട്ട് ഇതിപ്പോ ഒരുമാതിരി ലക്കമല ഹൈറ്റ് ആയിട്ട്. നമ്മളെന്നെ പ്ലാൻ ചെയ്തതിൽ പാളിപ്പോയതാ, കുറെ അനക്കേറിപ്പോയി. ആ കൊമ്പിന്റെ അവിടെ മതി. എന്തൊരു തണുപ്പടോ, താഴത്തെ തണുപ്പ് കൂടുതൽ. എന്താ കൂടാ ഏതാ രസം, അടിപൊളി. ഫുള്ള് കോടല. കാണില്ല കേട്ടോ ഏർമാടം. ഇനി മറ്റേ സാധനം കിട്ടിയാ അൽഗോരിതം. ഓ മൈ ഗോഡ്, ഇല്ലേ കുഞ്ഞാപ്പനുണ്ടല്ലോ. ചോദിക്കണ്ടേ, സോളാറൊക്കെ അല്ലേ. ഇത് പിടിച്ച് കെട്ടിട്ടാണല്ലോ. എന്താ അറിയോ, ജോസഫിന്റെ വീട്ടില് റംബൂട്ടാനുണ്ട്. അതൊന്ന് പോയി കഴിക്കാൻ മതി. എന്ന് നമ്മള് മാംഗോസിൻ കഴിക്കലല്ലേ, ഇന്ന് റംബൂട്ടാൻ കഴിക്കാം. റംബൂട്ടാൻ ഉണ്ട്. ഇന്നലെ വരെ ജോസഫ് ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഇന്നും വരാൻ പറഞ്ഞ് വിളിക്കും. പക്ഷെ നമ്മൾ വരാൻ പറ്റില്ല, എനിക്ക് റെസ്റ്റിലായതുകൊണ്ട്. ഇപ്പോഴും വരാൻ പറ്റൊന്നുമില്ല. നടക്കാൻ തീരെ പറ്റൂല. എന്നോട് ബെഡ് റെസ്റ്റ് തന്നെ പറഞ്ഞു, കാല് തൂക്കിയിടരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ വരുമ്പോൾ എന്താ പറയുക, എനിക്കെൻ്റെ പിടി വിട്ടു കണ്ടോളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി, ഇങ്ങനെ ആക്ടിവിറ്റീസ് വേണേ. അല്ല ഇവിടെ വന്ന് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓ എന്ത് രസം. വെയിറ്റ് തീരെ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്ത് ഭംഗിയിലേ. കിടുകഴി. വെള്ളത്തൂടെ ഒക്കെ ചവിട്ടി ചീഞ്ഞ് പോകണം. പുറത്തൂടെ ആക്കണോ അല്ലേ? ഷോട്ട് അടിക്കാം. പഠിക്കാൻ കാലിന് പരിക്കാണ്. ഇതിലൂടെ അതിലൂടെ ഇനി വൈകിട്ടോ അതിലെ കയറിക്കോളി.
ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ബി ആക്കി. ഇതൊക്കെ ഓനാ മറ്റേ സാധനം ഇട്ടാലേ ഇത് മരുന്നടിച്ചാണ്. ആ ഫുള്ള് കരിഞ്ഞു വരും. മയത്തും പൊന്തി വരാത്ത കുറച്ച് ടൈം എടുക്കും. ഈ സാധനം സ്വർഗത്ത് കൊണ്ടായി. നമ്മളാ നിക്കണ കുറച്ച് ഏരിയയിൽ മാത്രം അടിച്ചാൽ മതി. വെയിൽ വേണം, വെയിൽ വേണം, നല്ല വെയിൽ വേണം. ഓഹോ ഇത് നല്ല വളമൊക്കെ ഇട്ടെടുത്ത് സെറ്റാക്കിയല്ലോ. ഇവിടെ മൂട്ടിപ്പൊളി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ കോടയിലാ കാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെയൊക്കെ ഉണ്ടാകുന്ന സാധ്യത റബ്ബൂട്ടാൻ നിറയുണ്ടല്ലോ. അവക്കാടോ ആയി വരുന്നുണ്ടല്ലോ. ആൾക്കാരെ കായ് ഇങ്ങനെ ആയില്ലേ? ആ ആൾക്കാരെ കായ് തുടങ്ങി. ഓഹോ ഇതാ നമ്മളെ അൻസിന്റെ അടുത്ത് അവിടെ ഉള്ള ആ സാധനമല്ലോ. ഇതാ അതുപോലെ ഒരു പൊട്ടിച്ചിട്ട് അതാണ് ഈ മഞ്ഞ കളർ ഒന്നും. അത് നിങ്ങൾ താഴത്ത് നിറക്കേണ്ടി വരും. അല്ലെ പിന്നെ നിങ്ങൾ പിന്നെ താഴത്ത് അടക്കണ്ടേ? നമ്മൾ കുറച്ച് കഴിച്ചും ചെയ്ത് ആകെ ഇത്ര കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒരു താഴത്തിന് പൊറുക്കുണ്ട്. ഇത്രേ കൈയുള്ളൂ, ഇത്രേ ഉള്ളൂ സാധനം. പഴുത്ത പുള്ളി ജോസഫ് തട്ടിപ്പോയി. നമുക്ക് ഇത് അവക്കാട ഒരു മരത്തുമര അവക്കാട ഉണ്ടായിരുന്നു അല്ലേ? ഒരു കുമ്പമോ രണ്ട് മരാറ്. ആ ഒരു മരത്തുമ മാത്രം. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാകാത്ത മരം. ഉണ്ടാകാത്ത മരം. ഓ ഇത് കീട്ടുകാഴ്ചട്ടോ. ഇതാണോ ഒന്ന് പെണ്ണോ? ഞങ്ങളെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കട്ടെ. വെള്ളക്കുപ്പികളൊക്കെ ഉള്ളിലോ പുറത്ത് എത്തിയില്ല. ഇടയില്ലല്ലേ? കട്ടേഷാണ് ഇത്. അല്ല അങ്ങനല്ല, വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് വരാം. ചിക്കനൊക്കെ മസാല ഇട്ട് വെച്ചില്ലേ? ചിക്കനൊക്കെ മസാല ഇട്ട് വെച്ച് ഇനിയിപ്പോൾ പോയി തിരിച്ചു വന്നാൽ ഭക്ഷണം ഉണ്ടാക്കാം. എന്ത് രസമല്ലേ കാണാൻ പുല്ലൊട്ടിയിട്ട്. ഇങ്ങനെ വൈപ്പായി തണുപ്പുണ്ട് ഇവിടെ. നല്ല തണുപ്പാണ്. പുല്ല് കെട്ടിയിട്ട് നല്ല മൂടി അല്ലേ? കാണാനൊരു വൃത്തി. ഓ ഈ പൂപ്പി ഉണ്ടായിരുന്നല്ലേ? ഓണക്കാലം ആകുമ്പോഴത്തേനും ഇവിടെ ഫുള്ള് പൂപ്പിയായിരിക്കും. പൂപ്പി പറഞ്ഞാൽ ഈ ഒരു പൂവുണ്ടല്ലോ, ഈ ചോന്നക്കണേ. മോൾക്ക് മൂടില്ല. മൂടിയുള്ള
നല്ല തണുപ്പാ, അതുകൊണ്ടാ ഉണ്ടാവുള്ളൂ. തണുപ്പ് വീട്ടിലേക്ക് വിളിച്ചിട്ട് വെള്ളം എടുക്കേ? ഞാൻ വിളിക്കണേലൂടെ നിങ്ങൾ പോയി വെള്ളം എടുക്കണം. അത് മതി. 400-935 ലോക്കർ തുറന്നു തന്നൂടെ? നോക്കാതാണേലും പറഞ്ഞേ. കൂടാ ആദ്യം മൂടില്ലാത്തടുത്ത് ഒന്നാവുമ്പോ തോരി നിൽക്കുന്നത് അത് തൂക്കി പിടിച്ചിട്ട് പോയാൽ മതി. മെല്ലത്തിൽ പൂ തന്നെയാണ്. കറണ്ട് കേട്ടോ, അടിച്ചാലും ഒരു കുടം ഉണ്ടാവില്ല കുഞ്ഞാപ്പൂ. ആ നടന്നോ. ഇവിടെയാണ് ഫോറസ്റ്റ്. ഇത് പെരുമ ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഫോൺ ചെയ്യണതിൻ്റെ ഇടയിൽ ഇട്ടെറിഞ്ഞ് ഓടേണ്ടി വന്നു. പെരുമ ചെയ്ത്. ഓ എന്ത് ജാതി മഴ. ശിച്ചില്ലേ ഫുള്ള് കഴിഞ്ഞു. ഉമ്മായി അതുപോലെ തണുപ്പുകളെ സഹിക്കാൻ പറ്റില്ല. കാല് കോറിയിട്ട് നടക്കാൻ പറ്റില്ല, കാല് കോറിക്കാം. മോനെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ചമ്മന്തി അരക്കണം. ഒരു പണി ഉണ്ട്, ടാസ്ക് ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് സനുവിന്റെ പരിപാടികൾ എന്തൊക്കെ കാട്ടാനില്ലേ? കാല് കോറിയിട്ടിരിക്കാൻ മോനെ ചെരുപ്പ് ഇവിടെ കിടക്കാവൂ. നല്ല ചിക്കൻ മോളിട്ട കറി ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കില്ല. നമുക്ക് ചമ്മന്തി പൊടിക്കുമ്പോ നമുക്ക് കുറേ പരിപാടികൾ ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈ പിന്നെ അച്ചാറുണ്ട്, നെയ്ച്ചോറുണ്ട്, ചിക്കൻ കറിയുണ്ട്, നല്ല ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല തൈര്, ചിക്കൻ 65, ചിക്കൻ കറി, ചമ്മന്തി, പപ്പടം, അടിപൊളി. അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒരു പടമൊക്കെ കണ്ട് ഇനി മെല്ലെ കിടന്നുറങ്ങണ്ട കേട്ടോ. ഏകദേശം 12 മണിയായി. അപ്പോൾ എൻജോയ് ചെയ്യാൻ വന്നുകൊണ്ടാണ് 12 വരെയൊക്കെ കാത്തുന്നത്. അല്ലേ നമ്മളൊരു 9 മണി 10 മണിക്കിൻ്റെ മുമ്പ് എന്തായാലും ഉറങ്ങും. കാരണം രാവിലെ നീച്ച് വർക്ക് എടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇല്ലല്ലോ, റെസ്റ്റ് അല്ലേ. അപ്പോൾ കാലിൽ കുറച്ച് ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ തേക്കാണ്ട്. അതൊക്കെ തേക്കാൻ മറന്നു കിട്ടും. അതൊന്ന് തേച്ചാട്ടെ. അപ്പോൾ ഓക്കെ, രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. മോർണിംഗ്. എല്ലാവരും ഉറക്കത്തിലാട്ടോ. പുറത്ത് നല്ല കാറ്റടിച്ചോണ്ടിരിക്കുന്നുണ്ട്. വെറുതെ രാവിലെ എണീറ്റ് ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ചെന്താനറിഞ്ഞു വെറുതെ ഒരു റണ്ണിങ് ജസ്റ്റ് ഒന്നിങ്ങനെ നടന്നു പോവാം. ഫെൻസിങ് എവിടെയെങ്കിലും ടച്ച് ഉണ്ടെങ്കിൽ അതവിടെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അത് കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് കൂട്ടും. ഇപ്പോഴത്തെ ജാതി മരത്തിനൊക്കെ എന്താ ഒരു രസം കാണാൻ. നിർമ്മാണത്തിന് നടുക്കൊരു ബെൻഡായി. ഓഫ് റോഡ് പോലെ ആളുകൾ. നല്ല ക്ലൈമറ്റ് ആട്ടോ, വീട്ടിലെ ക്ലൈമറ്റാണ്. പണിക്കാരാണല്ലോ അവിടെ. അടിപൊളി ക്ലൈമറ്റ് അല്ലേ? ഇല്ലേ ക്ലൈമറ്റിന് എന്താ മോശം ഇവിടെ. റോഡൊക്കെ ഇവിടെ തന്നെ കാഴ്ചകൾക്ക് തുറക്കും. എന്തിനും ഇവിടെ മുട്ടില്ല. അതെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
എവിടേക്കിലൊക്കെ ഇറങ്ങി ചാടി വരും. അതെ രണ്ട് സാധനമാണ് എഞ്ചിനാണ് ഓരോ ഇതിലും ആൻ്റെ മുന്നിലേക്കൊന്നും പോയി ചാടിലേക്ക് പറയാൻ പറ്റില്ല. ആന മേലെ ഉണ്ടായില്ല. ആഹാ മഴ പെയ്യുന്നുണ്ട്. ഇവിടെയുള്ള കോട നോക്കി മക്കളെ, എന്താ ക്ലൈമറ്റ് അങ്ങോട്ട്. അവിടെ തന്നെ ക്ലൈമറ്റ് എടുക്കുന്നത്. എന്നിട്ട് കോട ആ സൈഡിലേക്കൊക്കെ ഉണ്ടോ അല്ലേ? കയറി വരുന്നുണ്ട്. അതുപോലെ ഏത് ചളി കൂടെ പോകുന്നതാ പറഞ്ഞത് ഞാൻ ഇന്നലെ വരുമ്പോൾ. എത്രയാ? ഓ എൻ്റെ മോനെ എമ്മ ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റ് മക്കളെ ഒരു രക്ഷയില്ല. ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ കാറ്റടിക്കണേ. ഓ ഇൻഡലി ടയർ നോക്കിയാ അങ്ങനെയുണ്ട്. സെറ്റല്ലേ? മാവ് കൈമേൽ മാങ്ങയുണ്ട്. വേണ്ടങ്ങള് പച്ചമാങ്ങ ഉണ്ടായി നിൽക്കും ടൈമല്. ടൈമൽ മൂവാണ്ട മാങ്ങയാണ് നമ്മൾ പണ്ട് നല്ലോണം കഴിക്കുന്ന ഒരു മാങ്ങയാണ്. ഇപ്രാവശ്യം ഉണ്ടായില്ല തീരെ. പക്ഷെ സീസണൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തെ സീസൺ അവസാനിച്ചപ്പം ഇവിടെ മാങ്ങണ്ടായി. കീടിലൻ ക്ലൈമറ്റ് ഉണ്ട്. ക്ലൈമറ്റ് കണ്ട മക്കളെ ഞങ്ങൾ ഇറങ്ങി പോവാ. ഈ ഇറങ്ങുന്ന സമയത്ത് ജാതി ക്ലൈമറ്റൊക്കെ ഒന്ന് മനോവിഷമം ഉണ്ടാക്കട്ടെ എപ്പോഴും ഇറങ്ങുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ സ്വർഗ്ഗക്കുന്നിലായിരിക്കും. കാലിന് വയ്യാത്തതുകൊണ്ടാണ് വർക്കുകളും കാര്യങ്ങളും നേടാൻ നിങ്ങൾ കണ്ടത്. വേറെ എന്തെങ്കിലും വേണോ? ഇവിടെ വന്ന് ആ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ പോരെ. അതിനൊക്കെ പരിപാടി. ഇങ്ങനൊരു ക്ലൈമറ്റ് വിട്ട് പോകാനൊന്നും മനസ്സിലില്ല. ഓ കില്ലാടി ക്ലൈമറ്റ്. എനിക്ക് സൈൻ ഓഫ് വരാൻ തന്നെ തോന്നില്ല. അടിപൊളി. അങ്ങനെയുണ്ട്. ഞങ്ങൾ പോണ സമയത്ത് ഞങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ കാഴ്ചകൾ തന്നെ നമ്മളങ്ങോട്ട് നശിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും വീണ്ടും വരാം. പോകാൻ തോന്നുന്നില്ല. എന്നാലും അടുത്ത വീഡിയോ ആയിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ. അഡ്വഞ്ചർ വീഡിയോ ആയിരിക്കും. സ്വർഗ്ഗക്കുന്നിലേക്കുള്ളതാണ്. കുറച്ച് കാണാനുണ്ടാവും. ഓക്കെ ബൈ.